ഹരി ഓം. ഖണ്ഡം 3. ഗിരിരാജഖണ്ഡം. അധ്യായം 6. ഗോപന്മാർ ശ്രീകൃഷ്ണനെ പരീക്ഷിക്കുന്നു. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീനാരദൻ പറഞ്ഞു. നന്ദഗോപന്റെയും വൃഷഭാനുവിന്റെയും വാക്കുകൾ ശ്രവിച്ച ഗോപന്മാർ ആശ്ചര്യചകിതരായി. നന്ദസൂദൻ പരിപൂർണതമനായ ഭഗവാൻ തന്നെയാണോ എന്ന് പരീക്ഷിക്കുവാൻ അവർ തീരുമാനിച്ചു. അതിനോടൊപ്പം വൃഷഭാനുവും നന്ദരാജന്റെ മഹിമയും വൈഭവവും പരീക്ഷിക്കുവാൻ നിശ്ചയിച്ചു. അദ്ദേഹം തങ്കത്തിൽ നിർമ്മിച്ച 1 കോടി മാലകളും അവയ്ക്കൊപ്പമുണ്ടായിരുന്ന അത്യന്തം ശോഭയാർന്ന അനവധി രത്നങ്ങളും എടുത്തു. ഗോപന്മാർ നോക്കി നിൽക്കെ വൃഷഭാനു ആ സ്വർണമാലകളും രത്നങ്ങളും എല്ലാം വലിയ പാത്രങ്ങളിലാക്കി അത്യന്തം ചാതുര്യത്തോടെ നന്ദഗൃഹത്തിലേക്ക് അയച്ചു. നന്ദഗൃഹത്തിലെത്തിയ അവർ ആ പാത്രങ്ങളും അതിനകത്തുണ്ടായിരുന്ന രത്നങ്ങളും സ്വർണമാലകളും നന്ദഗോപർക്ക് സമർപ്പിച്ചു. അതിനുശേഷം അവർ ഇപ്രകാരം പറഞ്ഞു. വൃഷഭാനുവിന്റെ പുത്രിയും അതിസുന്ദരിയുമായ രാധയുടെ വിവാഹാലോചനയ്ക്കായാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഹേ നന്ദരാജ, താങ്കളുടെ പുത്രനായ ശ്രീകൃഷ്ണൻ തന്നെയാണ് രാധാദേവിക്ക് ഏറ്റവും ഉത്തമനും യോഗ്യനുമായ വരനെന്ന് വൃഷഭാനു മനസ്സിലാക്കിയിരിക്കുന്നു. അതിനാൽ വൃഷഭാനു വിവാഹാലോചനയ്ക്കായി അയച്ചിരിക്കുന്ന ഈ രത്നങ്ങളും സമ്മാനങ്ങളും സ്വീകരിക്കണമേ. ശേഷം കുലാചാരപ്രകാരം വധുഗൃഹത്തിലേക്ക് അയക്കേണ്ട മംഗളദ്രവ്യങ്ങളും അനുഗ്രഹസമ്മാനങ്ങളും തന്നേച്ചാലും. അത്രയും അമൂല്യമായ ദ്രവ്യം കണ്ടപ്പോൾ നന്ദഗോപൻ ആശ്ചര്യപ്പെട്ടു. അതിന് തത്തുല്യമായ ദ്രവ്യം പകരമായി അയക്കേണ്ടതുണ്ടെന്ന് ചിന്തിച്ച് അദ്ദേഹം യശോദയുമായി ആലോചിക്കുവാൻ മുറിയിലേക്ക് പോയി. എന്നാൽ പകരം നൽകുവാൻ വേണ്ടത്ര ദ്രവ്യം അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെയും മുൻപിൽ തങ്ങൾ ലജ്ജിതരായി പരിഹസിക്കപ്പെടുമല്ലോ എന്നോർത്ത് നന്ദഗോപനും യശോദയും ഏറെ വിഷമത്തിലായി. അന്നേരം അപ്രതീക്ഷിതമായെന്നോണം ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ എത്തിച്ചേർന്നു. അവയിൽ നിന്ന് 100 രത്നങ്ങൾ കയ്യിൽ എടുത്ത് ഭഗവാൻ പുറത്തുള്ള കൃഷിസ്ഥലത്തേക്ക് നടന്നു. ഒരു കൃഷിക്കാരൻ വയലിൽ വിത്തിറക്കുന്നതുപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വന്തം കൈകൊണ്ട് ആ രത്നങ്ങളെല്ലാം വയലിൽ വിതച്ചു. ശേഷം നന്ദഗോപൻ രത്നങ്ങൾ എണ്ണിത്തുടങ്ങി. അതിൽ 100 രത്നങ്ങൾ കുറവാണെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ശ്രീകൃഷ്ണനോട് അതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ ശ്രീകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. നാം കൃഷിക്കാരായതിനാൽ വിത്ത് മുളപ്പിക്കുക എന്നത് നമ്മുടെ ധർമ്മമല്ലേ? അതുകൊണ്ട് ആ രത്നങ്ങൾ മുളയ്ക്കുവാനായി ഞാൻ അവ മണ്ണിൽ വിതച്ചിരിക്കുന്നു. ഇതു കേട്ട നന്ദഗോപൻ ശ്രീകൃഷ്ണനെ ശകാരിച്ചു. ശേഷം വിതച്ച രത്നങ്ങൾ തിരികെ കൊണ്ടുവരുവാനായി അദ്ദേഹം ഭഗവാനെയും കൂട്ടി ആ വയലിലേക്ക് പോയി. എന്നാൽ അവിടെ അവർ കണ്ടത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. ശ്രീകൃഷ്ണൻ സ്വന്തം കരങ്ങളാൽ വിതച്ച രത്നങ്ങൾ എല്ലാം മുളച്ചിരുന്നു. അവയിൽ കൊമ്പുകളും ഇലകളും മുത്തുകളുടെ കുലകളും നിറഞ്ഞ് മനോഹരമായി നിലകൊണ്ടിരുന്നു. അന്നേരം നന്ദഗോപൻ വ്യക്തമായി തന്റെ പുത്രനായ ശ്രീകൃഷ്ണൻ സാക്ഷാൽ സർവേശ്വരൻ തന്നെയാണെന്ന്. ആ അത്ഭുതലീലയിൽ ഭക്തിയോടെ വിസ്മയിച്ച നന്ദഗോപൻ അവിടെ നിന്ന് കോടിക്കണക്കിന് രത്നക്കുലകൾ പറിച്ചെടുത്തു. വളരെ ഭാരമുള്ള ആ രത്നങ്ങളെല്ലാം അനേകം വണ്ടികളിലാക്കി വരന്റെ ധനമെന്ന നിലയിൽ വൃഷഭാനുവിന്റെ ഗൃഹത്തിലേക്ക് കൊടുത്തേച്ചു. അങ്ങനെ അവർ ആ രത്നങ്ങളുമായി വൃഷഭാനുവിന്റെ ഭവനത്തിലെത്തി. അന്നേരം ഭഗവാന്റെ മഹിമയെക്കുറിച്ചും നന്ദഗോപന്റെ അളവറ്റ വൈഭവത്തെക്കുറിച്ചും എല്ലാവർക്കുമുണ്ടായിരുന്ന സംശയങ്ങൾ പൂർണ്ണമായി നീങ്ങി. രാധാദേവി ശ്രീകൃഷ്ണന്റെ സ്വന്തമാണെന്നും ശ്രീകൃഷ്ണൻ രാധാദേവിയുടെ പ്രിയതമനാണെന്നും എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി. ശ്രീകൃഷ്ണ ഭഗവാൻ അന്ന് രത്നങ്ങൾ വിളയിച്ച ആ പുണ്യസ്ഥലം ഇന്ന് മുക്താ സരോവരം എന്ന മഹാതീർത്ഥമായി പരിലസിക്കുന്നു. അവിടെ വച്ച് ഒരു രത്നം ദാനം ചെയ്താൽ പോലും അനേകം രത്നങ്ങൾ ദാനം ചെയ്തതിന്റെ പുണ്യഫലം ലഭിക്കും. ഇങ്ങനെ ഭഗവാന്റെ അത്ഭുതലീല വിവരിച്ച ശേഷം ദേവർഷി നാരദൻ ബഹുലാശ്വനോട് ഇപ്രകാരം ചോദിച്ചു. അല്ലയോ ബഹുലാശ്വ, ഇനി താങ്കൾക്ക് എന്താണ് അറിയുവാൻ ആഗ്രഹം? ഇവിടെ 3-ാം ഖണ്ഡത്തിലെ 6-ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം.